അപ്പോൾ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ജയൻ പുതുവാൾ സാറാണ്. അപ്പോൾ സാറിൻ്റെ ഈ ഫിലിമിൽ സാറ് ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിന് എൻ്റെ സെയിം ഒരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതിലോട്ട് എന്നെ കാസ്റ്റ് ചെയ്യായിരുന്നു. എൻ്റെ ഫാദർ ഞാൻ മോഡലായതുകൊണ്ട് എനിക്ക് ആക്ടിങ് താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ. അപ്പോൾ ആക്ടിങ്ങിലോട്ട് അങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ അയച്ചു കൊടുത്തു. അപ്പം അങ്ങനെയാണ് എന്നെ കുറിച്ചിട്ട് അവർക്ക് ഒരു ധാരണ കിട്ടിയത്. അതെ അതെ. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശ്രീരാഗ് എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഒരു റൊമാൻറ്റിക്, ഇന്നത്തെ ന്യൂ ജനറേഷൻ ടൈപ്പ് റൊമാൻറ്റിക് ഒരു ബോയാണ്, കോളേജ് ബോയാണ്. ഇന്നത്തെ ലൈഫിൽ കൂടുതൽ നമ്മളിപ്പോ ഫിസിക്കലി പോയിട്ട് കണ്ടിട്ട് പ്രണയിക്കുന്ന കാലല്ല, ഇപ്പൊ ഫുൾ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് നമ്മൾ അവരെ ജസ്റ്റ് ഫോട്ടോസ് കണ്ടു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് നമ്മൾ പരിചയം വയ്ക്കുമ്പോൾ അതിൽ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ആ വ്യക്തിയെ നമ്മൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ട്രൂ ആൻഡ് ഹാഫ് ഫേക്ക്. സോ നമുക്കൊരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിതകഥ എന്താണ് അല്ലെങ്കിൽ ജീവിതാനുഭവം എന്താണെന്ന് നമുക്കറിയില്ല. ഹലോ എവ്രിവൺ, ഇഷ്ടരാഗം എന്ന സിനിമയിലെ നായകനാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ആകാശ്. വെൽക്കം ടു മാത്സ് ചെക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ ആകാശ് ഇങ്ങനെ സിനിമയിലോട്ട് വന്ന് ആരാണെന്നൊക്കെ? ഷുവർ. ഞാൻ ആകാശ്, ഞാൻ മോഡലാണ് ഇനീഷ്യലി. അപ്പോൾ മോഡലായിട്ടാണ് ഞാൻ ഈ ഫിലിമിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ മോഡലിങ് ചെയ്യുമ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫാദർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫാദറാണ് എന്നെ ഈ ഫിലിമിനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്ന പുതുമുഖങ്ങളെ എന്നെ തേടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഓഡീഷൻ ഉണ്ടായിരുന്നോ? ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാര്യമായിട്ട് ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പുതുമുഖങ്ങളെ സെലക്ട് ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ റോളിലേക്ക് ആപ്റ്റാണെന്ന് ഡയറക്ടർക്ക് തോന്നി. അപ്പോൾ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ജയൻ പുതുവാൾ സാറാണ്. അപ്പോൾ സാറിൻ്റെ ഈ ഫിലിമിൽ സാറ് ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിന് എൻ്റെ സെയിം ഒരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതിലോട്ട് എന്നെ കാസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ മോഡലിംഗ് എല്ലാം ഫോട്ടോസ് കണ്ടപ്പോഴാണ് അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത്? അതെ, ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതുമുഖങ്ങളെ തേടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ എൻ്റെ ഫാദർ ഞാൻ മോഡലായതുകൊണ്ട് എനിക്ക് ആക്ടിങ് താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ. അപ്പോൾ ആക്ടിങ്ങിലോട്ട് അങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ അയച്ചു കൊടുത്തു. അപ്പം അങ്ങനെയാണ് എന്നെ കുറിച്ചിട്ട് അവർക്ക് ഒരു ധാരണ കിട്ടിയത്. അതെ അതെ. അപ്പൊ ഈ സിനിമയിലത്തെ ക്യാരക്ടറിനെ പറ്റി കുറച്ചുകൂടെ പറയാവോ? എന്താണ് ആകാശ് ഈ ഇഷ്ടരാഗം എന്ന സിനിമയിൽ എങ്ങനെയാണ്? ഇഷ്ടരാഗത്തിൽ ഞാൻ പറഞ്ഞ പോലെ മെയിൻ ക്യാരക്ടറാണ്. ഞാനിതിൽ ചെയ്തിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് 20-21 വയസ്സുള്ള ശ്രീരാഗ് എന്നാണ് എൻ്റെ ക്യാരക്ടർ നെയിം. ഇതിൽ ഒരു ലവ് റൊമാൻറ്റിക് ത്രില്ലറാണ്, മ്യൂസിക്കൽ ത്രില്ലറാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശ്രീരാഗ് എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഒരു റൊമാൻറ്റിക്, ഇന്നത്തെ ന്യൂ ജനറേഷൻ ടൈപ്പ് റൊമാൻറ്റിക് ഒരു ബോയാണ്, കോളേജ് ബോയാണ്. റൊമാൻസും എല്ലാം സാധനം കാണാമോ? ഈ ഇപ്പൊ ന്യൂ ജനറേഷൻ കോളേജ് ബോയ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു ടൈപ്പ് റൊമാൻസും അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ എല്ലാം ഈ ശ്രീരാഗ് എന്ന ക്യാരക്ടറിൽ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ലൈഫിൽ കൂടുതൽ നമ്മളിപ്പോ ഫിസിക്കലി പോയിട്ട് കണ്ടിട്ട് പ്രണയിക്കുന്ന കാലല്ല, ഇപ്പൊ ഫുൾ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് നമ്മൾ അവരെ ജസ്റ്റ് ഫോട്ടോസ് കണ്ടു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് നമ്മൾ പരിചയം വയ്ക്കുമ്പോൾ അതിൽ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ആ വ്യക്തിയെ നമ്മൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ട്രൂ ആൻഡ് ഹാഫ് ഫേക്ക്. സോ നമുക്കൊരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിതകഥ എന്താണ് അല്ലെങ്കിൽ ജീവിതാനുഭവം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇത് സത്യം പറഞ്ഞ ഈ ഫിലിം എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ഇന്നത്തെ പുതുമുറ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഈ ഫിലിമിലുള്ളത്. കാരണം ഇങ്ങനെ ഓൺലൈനായിട്ട് സ്നേഹിക്കുക, ന്യൂജൻ ലൈഫ് സ്റ്റൈലിൽ ഇതുപോലെയുള്ള നല്ല ഗുണങ്ങളും ഉണ്ട്, അതോടൊപ്പം അതിൽ ദോഷങ്ങളും ഉണ്ട്. സോ അതിനെ കുറിച്ചിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഫിലിമാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവിയില് ഇപ്പോ എന്താ മെയിൻ ക്യാരക്ടറായിട്ടാണല്ലോ വരുന്നത്. സോ ഇത് ഫസ്റ്റ് മൂവിയാണ് ആകാശിന്റെ? എന്റെ ഫസ്റ്റ് മലയാളത്തില് എന്നല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എന്റെ ആദ്യത്തെ ഫിലിമാണ്. ഇതിനു മുന്നേ ഞാൻ മ്യൂസിക് വീഡിയോസിൽ അഭിനയിച്ചിട്ടുണ്ട്, 2-3 മ്യൂസിക് വീഡിയോസിൽ അഭിനയിച്ചിട്ടുണ്ട്. മൂവി ഒരു ക്യാരക്ടർ ചെയ്യണത് ആദ്യമായിട്ട്.
അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനത്തെ പ്രിപ്പറേഷൻ എടുത്തായിരുന്നു? പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് വെയിറ്റ് കുറച്ച് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഡയറക്ടർ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് വെയിറ്റ് അത്ര കുറവായിരുന്നു. ഇപ്പോഴും സെയിം സിറ്റുവേഷൻ. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് മാത്രം. പിന്നെ നമ്മുടെ ഡയറക്ടർ സാർ എന്നെ അപ്രോച്ച് ചെയ്ത് സ്ക്രിപ്റ്റ് എല്ലാം തന്നു. സ്ക്രിപ്റ്റ് എല്ലാം കഥ വായിക്കാനും എൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാനും ഒക്കെ പറഞ്ഞു. സോ അങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ. ഒരു ഫസ്റ്റ് മൂവി തന്നെ നായകനായി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. ഒരുപാട്. കാരണം നമ്മൾ ഒരിക്കലും ഏതൊരു വ്യക്തിക്കും, ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അഭിനയിക്കാൻ താല്പര്യമുള്ള, അഭിനയിക്കുന്ന ഒരുപാട് നല്ല നല്ല കഴിവുള്ള, അവസരങ്ങൾ കിട്ടാതെ റെക്കഗ്നീഷൻ കിട്ടാതെ പോകുന്ന ഒരുപാട് ടാലൻസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ സത്യം പറഞ്ഞ സിനിമയിൽ ജസ്റ്റ് 1 സെക്കൻഡ് 2 സെക്കൻഡ് ക്യാമറയുടെ മുന്നിൽ ഒന്ന് വന്ന് പോവാനുള്ളൊരു ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഇത്രയും നമ്മുടെ കൂട്ടത്തിലുള്ള ഇത്രയും ജനങ്ങളിലും ഇത്രയും നല്ല കാലിബറുള്ള എന്താണ് വ്യക്തികൾ, ആർട്ടിസ്റ്റിന്റെ മുന്നിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ അങ്ങോട്ട് പോയതല്ല. അപ്പൊ ഇങ്ങോട്ട് വന്ന് നമുക്ക് കിട്ടുമ്പോൾ, അതും മെയിൻ ലീഡ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ആണ്. ആൻഡ് ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. അപ്പോ ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ കാഞ്ഞിരക്കൊല്ലി കുന്നുമേഖല അവിടെയായിരുന്നു. പിന്നെ ഇരിട്ടി ടൗൺ. സോ മോസ്റ്റ്ലി ഇറ്റ് വാസ് ഇൻ കണ്ണൂർ സൈഡാണ്. അപ്പോ അവിടുത്തെ മൂവിയിലാണെങ്കിൽ ആ ഒരു ഭാഷ രീതിയൊക്കെയാണോ? കണ്ണൂർ ഭാഷ തന്നെയാണ്. അപ്പൊ ഭയങ്കര പാട് തോന്നിയായിരുന്നു ആ രീതി കൊണ്ടുവരാനൊക്കെ? ഇല്ല, ഞാൻ ആക്ച്വലി ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, പിന്നെ ഡബ് ചെയ്തത് ഞാനല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു മൂവിയില് ഇപ്പൊ ഈ കൈലാഷ് ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണി ചേട്ടൻ അങ്ങനെ വന്ന് കുറച്ച് അധികം എക്സ്പീരിയൻസ് ആയ കുറച്ച് ആർട്ടിസ്റ്റുകളും ഉണ്ട്. പിന്നെ അല്ലാണ്ട് പുതുമുഖങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെപ്പോഴുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ ആൻസർ എന്തായിരിക്കും? വെരി ഹാപ്പി. കാരണം കൈലാഷ് ചേട്ടനൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടനെ നമ്മൾ മറിമായത്തില് ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ചേട്ടനെ നേരിട്ട് അവരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ കൈലാഷ് ചേട്ടനായാലും ഭയങ്കരമായിട്ട് എന്താ പറയുക, കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത് നമ്മുടെ സെറ്റില്. ഓക്കെ. അപ്പൊ ഈ ഒരു മൂവിക്ക് ശേഷം ഇനി വേറെ നെക്സ്റ്റ് പ്രോജക്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, സോഫാർ വന്നിട്ടില്ല. ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞിട്ട്, ബിക്കോസ് എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണിത്. ആദ്യത്തെ ഒരു ഫിലിം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ചാൻസസ് ഫസ്റ്റ് ഫിലിം റിലീസായതിനു ശേഷം നമ്മൾ പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബട്ട് ഐ ആം ഓപ്പൺ ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓഫേഴ്സ്. ഓക്കെ. അപ്പൊ നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് 24th മെയ് ഞാൻ നിങ്ങളുടെ ബിഗ് സ്ക്രീനിൽ വരും, തിയേറ്ററിൽ. സോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇഷ്ടരാഗം എന്ന ഫിലിം ടൈറ്റിലിൽ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി മെലഡി ഗാനങ്ങളുമായിട്ട് ഈ സിനിമ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വൻ വിജയകരമാവട്ടെ എന്ന് സിനിമ വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.